ഐക്യരാഷ്ട്രസഭയിൽ പാകിസ്ഥാൻ അവതരിപ്പിച്ച ഇസ്ലാം വിരുദ്ധതയ്ക്കെതിരായ പ്രമേയത്തിൽ നിന്ന് വിട്ടുനിന്നിരിക്കുകയാണ് ഇന്ത്യ. ഹിന്ദു, ബുദ്ധ, സിഖ് മതങ്ങളുൾപ്പെടെ മറ്റു മതങ്ങൾക്കെതിരായ വിവേചനവും കണക്കിലെടുക്കേണ്ടതുണ്ടെന്ന് ചൂണ്ടിക്കാട്ടിയാണ് ഇന്ത്യയുടെ നടപടി. ഇന്ത്യക്ക് പുറമെ ഫ്രാൻസ്, ബ്രസീൽ, ജർമ്മനി, ബ്രിട്ടൻ, യുക്രൈൻ, ഇറ്റലി എന്നിങ്ങനെ 44 രാജ്യങ്ങളും പ്രമേയത്തിൽ വോട്ട് രേഖപ്പെടുത്തിയില്ല. എന്നാൽ 193 അംഗങ്ങളുള്ള അസംബ്ലിയിലെ 115 രാജ്യങ്ങൾ ചൈനയുടെ പിന്തുണയോടെ പാകിസ്ഥാൻ അവതരിപ്പിച്ച ഇസ്ലാം വിരുദ്ധതയെ ചെറുക്കാനുള്ള നടപടികൾ എന്ന പ്രമേയത്തെ അനുകൂലിച്ച് വോട്ട് രേഖപ്പെടുത്തുകയുണ്ടായി. യഹൂദരോടും ക്രൈസ്തവരോടും മുസ്ലിങ്ങളോടുമുള്ള വിവേചനത്തെയും അവർക്കെതിരായ പ്രവർത്തനങ്ങളെയും ഇന്ത്യ അപലപിക്കുന്നതായി യുഎന്നിലെ ഇന്ത്യൻ അംബാസഡർ രുചിക കമ്പോജ് പറയുകയും എന്നാൽ മതവിരുദ്ധ വികാരങ്ങൾ ഇന്ന് അബ്രഹാമിക് മതങ്ങൾക്കപ്പുറത്തേക്ക് വ്യാപിക്കുന്നത് അംഗീകരിക്കേണ്ടതുണ്ടെന്നും അവർ ചൂണ്ടിക്കാട്ടി. പതിറ്റാണ്ടുകളായി അബ്രഹാമിക് ഇതര മതങ്ങളുടെ അനുയായികളും മതവിദ്വേഷത്തിന്റെ തിക്തഫലങ്ങൾ അനുഭവിച്ചിട്ടുണ്ടെന്നുള്ളതിന് വ്യക്തമായ തെളിവുകളുണ്ട്. ഇത് മതവിദ്വേഷത്തിന്റെ സമകാലിക രൂപങ്ങളുടെ ആവിർഭാവത്തിലേക്ക് നയിച്ചു. പ്രത്യേകിച്ച് ഹിന്ദുവിരുദ്ധ, ബുദ്ധവിരുദ്ധ, സിഖ് വിരുദ്ധ വികാരങ്ങൾ രൂപപ്പെട്ടു. ഒരു പ്രത്യേക മതത്തിനെതിരായ വികാരത്തെ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള പ്രമേയം അംഗീകരിക്കുന്നത് യുഎന്നിനെ മതക്യാമ്പുകളാക്കി വിഭജിക്കാൻ സാധ്യതയുണ്ടെന്നും ഇന്ത്യ ചൂണ്ടിക്കാട്ടി. ഇസ്ലാമോഫോബിയ പ്രധാനപ്പെട്ട വിഷയമാണെന്നും സംശയമില്ലാത്ത കാര്യമാണ്. പക്ഷേ മറ്റു മതങ്ങളും ഇത്തരം പ്രശ്നങ്ങൾ നേരിടുന്നുണ്ടെന്നും അവരെ അവഗണിച്ച് ഇസ്ലാമോഫോബിയക്കെതിരെ മാത്രം പോരാടാൻ തയ്യാറെടുക്കുന്നത് അസമത്വമാണെന്നാണ് ഇന്ത്യ പറയുന്നത്. ഇന്ത്യയുടെ നിലപാടിനെ മറ്റ് രാഷ്ട്രങ്ങളും ഇപ്പോൾ അംഗീകരിച്ചിരിക്കുകയാണ്.